ശ്രീ എം ജയചന്ദ്രൻ, അതായത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കം വളരെ രൂക്ഷമാണ്. തിരക്കിട്ട ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ CP പറഞ്ഞതുപോലെ ഇത് സ്വാഭാവികമായി ഒരു കേഡർ പാർട്ടിയിലെ ഒരു ജനാധിപത്യ പാർട്ടിയിലെ പ്രക്രിയകളാണ്. അതിൽ ആർക്കാണ് മേൽക്കൈ ഉണ്ടാകുന്നത് അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതും അംഗീകരിക്കുന്നതും. അതനുസരിച്ച് ഒരു മുഖ്യമന്ത്രിയാകും. ആ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും അതിനെ പിന്തുണയ്ക്കും എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ഡയലോഗ് എന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിൽ പരിശോധിക്കാവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ശ്രീ എം ജയചന്ദ്രൻ. അജിംഷാദ്, ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട്, വലതു നിരീക്ഷകനായിട്ട്, മാധ്യമപ്രവർത്തകനായിട്ട് ഇവിടെ ഉള്ള ശ്രീ CP രാജശേഖരൻ, ഞങ്ങൾ CPR എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഞങ്ങൾ 2 മാധ്യമ സ്ഥാപനങ്ങളിൽ ദീർഘകാലം ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, നല്ലോണം കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ. അപ്പോൾ CPR ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ സാധാരണ മെമ്പർഷിപ്പുള്ള ഒരു പ്രവർത്തകന് പോലും പറയാൻ കഴിയുന്ന സാധാരണ വാചകങ്ങളേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ട്. ഇതൊക്കെ ആർക്കറിയാത്തത്? മുഴുവൻ ആൾക്കാർക്ക്, ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇതിനൊക്കെ ഒരു പ്രൊസീജിയറുണ്ടെന്ന്. പക്ഷെ വരുന്നത് എന്താണ്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. കഴിഞ്ഞ 2021 പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? 21 MLA-മാരിൽ അന്ന് രമേശ് ചെന്നിത്തലയുടെ ഒപ്പം ഉണ്ടായിരുന്നത് 12 പേരാണ്. ഉമ്മൻചാണ്ടി തനി മത്സരത്തിന് ഇല്ലാന്ന് പറഞ്ഞ് മാറിയല്ലോ. 9 പേരുള്ള ഉമ്മൻചാണ്ടി മാറി. 12 പേര് രമേശ് ചെന്നിത്തലയുടെ കൂടെയാണ്. ഈ VD സതീശൻ ഉൾപ്പെടെ അന്ന് രമേശിൻ്റെ കൂടെയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാത്ത സ്ഥിതിക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് കൊടുക്കേണ്ടത് പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നായിരുന്നു പൊതുവെ വന്നൊരു വികാരം. അപ്പോൾ എന്താണ് ചെയ്തത് നിരീക്ഷകർ? ശരി, അത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അതെന്തിനാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്? അതങ്ങനെ മതി, ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മതി. ആ തീരുമാനം വന്ന് ഹൈക്കമാൻഡിൽ നിന്നാണ്. ഇവിടുത്തെ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയല്ല പ്രതിപക്ഷ നേതാവ് 2021 തീരുമാനിച്ചത്. ഇത് നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അത് വെച്ച് അങ്ങനെ തീരുമാനിച്ചിട്ടാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവായും മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റി സുധാകരനെ KPCC പ്രസിഡൻ്റായിട്ടും കൊണ്ടുവന്നത്. അതൊരു പാക്കേജായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് VD സതീശനെ ഇങ്ങനെ പ്രതിപക്ഷ നേതാവാക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? സംശയമൊന്നുമില്ലാതെ എല്ലാവർക്കും അറിയാം, അത് KC വേണുഗോപാലായിരുന്നു. കാരണം അന്ന് KC വേണുഗോപാലും VD സതീശനും ഒറ്റ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ചിത്രമാകെ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ഏതാണ്ട് 1.5 കൊല്ലമായിട്ട് KC വേണുഗോപാലിൻ്റെ പ്രബലമായ ഗ്രൂപ്പിനൊപ്പമല്ല VD സതീശൻ. അദ്ദേഹം സ്വന്തമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും അത് പ്രബലമാക്കാനും ഒരുപാട് ശ്രമിച്ച് ആ നിലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയും ചില ഘടകകക്ഷികളടക്കം ഇദ്ദേഹത്തിന് VD സതീശനെ പിന്താങ്ങുകയും ചെയ്യുന്ന സാഹചര്യമാണ് UDF-ൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ് തീരുമാനിച്ചാൽ മതി, MLA-മാർ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ അലങ്കാരികമായി പറയാമെങ്കിലും UDF-ലും ചില കക്ഷികൾക്കൊക്കെ അങ്ങനെയല്ലാത്ത സമ്മാർ മോർ ഈക്വൽ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ മറ്റു ചിലർക്ക് ചില പ്രത്യേക പരിഗണനകളുണ്ടെന്ന് അജിംഷാദിന് അറിയാമല്ലോ. അപ്പോൾ അത്തരം കക്ഷികൾ പിന്താങ്ങുന്നത് ആരെയാണെന്ന് നോക്കിയാൽ മതി, VD സതീശനാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ടഗ് ഓഫ് വാർ വന്നിട്ടുള്ളത്, ഒരു വടംവലി വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴേക്ക് എന്താണ് പ്രശ്നം? ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെയാണ്. ഇപ്പോൾ മറ്റ് ഇടതു പാർട്ടികൾക്ക് അങ്ങനെയല്ല. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിനേക്കാളിലും പ്രാമാണ്യമുള്ളത് മുഖ്യമന്ത്രി എന്ന പദവിക്കാണ്. അപ്പോൾ അതിനുവേണ്ടി അധികാരം കിട്ടുമ്പോൾ അതിനുവേണ്ടിയുള്ള വടംവലികൾ അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ ഒക്കെ രൂപപ്പെടുത്തുകയാണുള്ളത്. സ്വാഭാവികമായി കോൺഗ്രസ് നടക്കുന്ന ഒരു കാര്യമായിട്ട് ഏത് കോൺഗ്രസ്സുകാരനും കാണൂ, അവരെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളും കാണൂ. അതുതന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ് എമർജ് ചെയ്യാൻ പോകുന്നത്? എന്താണ്? അതാണല്ലോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചർച്ചാ വിഷയമായിട്ട് വരുന്നൊരു കാര്യം അതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേക്ക് ഞാൻ കാണുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ പിന്നെ വേണുഗോപാൽ മത്സരിക്കാതിരിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എം പിമാരും മത്സരിക്കേണ്ട എന്ന പൊതു ധാരണ ഹൈക്കമാൻഡ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അദ്ദേഹം മത്സരിക്കാൻ ഇലക്ഷൻ കാലത്ത് തീരുമാനിച്ചാൽ ഏതാണ്ട് 1/2 ഡസൻ എം പിമാർ വേറെ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് രംഗത്തിറങ്ങാൻ. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്. അതൊരു കാര്യം. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ 5 വർഷം നയിച്ച വി.ഡി. സതീശനുണ്ട്. അതിനു മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന KPCC പ്രസിഡൻ്റായിരുന്ന ആഭ്യന്തരമന്ത്രിയായിരുന്ന ദീർഘകാലം പാർലമെൻ്ററി രംഗത്ത് അനുഭവ സമ്പത്തുള്ള രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ജയം എന്ന് പറയുന്നത് പിന്നെ വി.ഡി. സതീശൻ്റെ ആണ് എന്ന് അവകാശപ്പെടുന്ന ചിലരുണ്ട്. പക്ഷേ അത് ഹൈക്കമാൻഡോ പിന്നെ രമേശ് ചെന്നിത്തലയുടെ വിഭാഗമോ അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അവരങ്ങനെ പറയാതെ അത് കൂട്ടായ വിജയമാണ്, താങ്കൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പിന്നെ സംഘനൃത്തം വേണ്ട, ഒറ്റയ്ക്കൊറ്റക്കുള്ള നൃത്തം മതി എന്നുള്ള നിലയിലേക്കൊക്കെ ചർച്ചകളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആത്യന്തികമായി വിജയിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യമല്ല, പണാധിപത്യമായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജനാധിപത്യത്തിൻ്റെ സ്ഥാനത്ത് പണാധിപത്യത്തിൻ്റെ സാങ്കത്യം എന്ന് ചോദിച്ചാൽ ഈ രാത്രി അതെല്ലാം പറയാൻ കഴിയില്ലല്ലോ. അത് അത്തരത്തിലുള്ള ചില സംഗതികൾ കുറച്ച് നാളായിട്ട് തന്നെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായൊരു പൊടുന്നനെ ഉണ്ടായൊരു പുതിയ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ പണാധിപത്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇവിടെ ചിലവാക്കപ്പെട്ട കോൺഗ്രസ് ചിലവാക്കിയ കോടിക്കണക്കിന് രൂപ, ആ പണം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ, അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആരാണോ അതിനുള്ള ഒരു കോർഡിനേഷൻ നടത്തിയത്, ആരാണ് നയിച്ചത്, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തേക്ക് പറയാം. ഇപ്പം തന്നെ പറയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ വേണ്ട. പിന്നെ ജനാധിപത്യം എന്ന സംവിധാനത്തിനെ പണാധിപത്യം എങ്ങനെ കവരുന്നു എന്നുള്ളതാണല്ലോ പറയേണ്ടത്. അത് വിശദമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഒരു ആത്യന്തിക വിജയം എന്നുള്ള നിലയിലാവില്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ്. അതിന് പകരം പിന്നെ ജനാധിപത്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ പണാധിപത്യം അവിടെ എമർജ് ചെയ്യുന്നൊരു കാഴ്ചയിലേക്കാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ മുതലേ ഉണ്ടെങ്കിലും ഇന്നലെ മുതൽ പ്രബലമായി വരുന്ന അടിയൊഴുക്കുകൾ പിന്നെ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായ സംഗതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.